2003 ഒരു നവംബർ മാസം 5-ാം തീയതി. പഞ്ചഭൂതപതിയാം ദേവൻ താരഹാരമണിയും പിന്നിൽ. എന്റെ ചാത്തമാരെ മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. അങ്ങനെയൊക്കെ ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. എന്താണ് ഗൈസ് ഈ കാണുന്നത് ലോകത്ത്? എന്താ പറ, എനിക്കറിയില്ല. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. ഒരു പെണ്ണ് വിചാരിച്ച എന്ത് കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. പെണ്ണേസാണല്ലേ. പലപ്പോഴും കുട്ടാ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഐ ലവ് യു എന്ന് അബദ്ധത്തെ പറഞ്ഞു പോയി. അതിനെതിരെ വഞ്ചന കേസ് കൊടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞു. ഇപ്പൊ ഇത് പീഡന കേസ് വരെ എത്തി നിൽക്കണം. അടുത്ത കേസായി. രക്ഷിക്കണം, ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. കർമ്മ ന്യൂസിലൊക്കെ വാർത്ത വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. മനസ്സിനൊന്നും പോയിട്ടില്ല. അവളും എന്നെ പല പല പ്രലോഭനത്തിൽ പെട്ടുപോയതാണ്. റോസിനും ഞാനുമായിട്ട് ലൈഫ്, അതല്ല ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ വേറെ അവിഹിത ബന്ധമില്ല. അവളെ ഞാൻ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അവളെ പീഡിപ്പിച്ചിട്ടില്ല. ഒരു റേപ്പിസ്റ്റ് ആക്കരുത് പ്ലീസ്. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത് സത്യം. അയ്യോ ഞാൻ പീഡിപ്പിക്കില്ല സാർ. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് ചാറ്റ്സ് ഒക്കെ ഇടണേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. എത്ര ലജ്ജാവഹം. ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ. എനിക്ക് പെരേര പറഞ്ഞു മാത്രമേ അറിവുള്ളൂ, നേരിട്ട് കണ്ടൊന്നുമില്ല. പെരേര എന്നോട് പറഞ്ഞത് പെരേര ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല പെരേര പറഞ്ഞത്. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. എന്ത് ഭ്രാന്തടാ ആറട്ടണ്ട നീ പറയണത്? സന്തോഷേ, ഞാൻ ചേട്ടാൻ വിളിച്ചത് അതുകൊണ്ട് വേറെ വല്ല വിളിപ്പിക്കണം. തങ്കോ അണ്ണാന്ന് മാറ്റി വിളിക്കാൻ എനിക്ക് അറിയാട്ടോ. ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആവുമോ? ആണമില്ലേ അളിയാ, എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. എന്റെ അപ്പനപ്പയുടെ ഉദാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനാ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്താ